ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്ധ്യ കഴിഞ്ഞു കേട്ടോ. എന്നാലും ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തേക്കാമെന്ന് കരുതിയത് കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുവാണ്. അപ്പം യൂറിനൊക്കെ കൾച്ചർ ചെയ്യണമായിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ നല്ല സൂപ്പറായിട്ട് പിടിച്ചു. ഇതെങ്ങനെ സംഭവിച്ചാന്നൊന്നും അറിയില്ല. കാരണം ഭയങ്കരമായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്ന ഞാനാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്നോടാണെങ്കിൽ നമ്മുടെ ജോയി ആൻറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും ഒരുപാട് വെള്ളം കുടിക്കല്ലോ പോളൂ എന്ന് എന്നോട് എപ്പോഴും പറയും. പക്ഷേ ഞാൻ ഓരോ റൂമിലും ഇങ്ങനെ ബോട്ടിലിനകത്ത് വെള്ളം വെച്ച് കുടിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് എന്താണ് എന്നറിയത്തില്ല. ആദ്യം എനിക്ക് ഭയങ്കര കുളിരാണ് വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ. ഈ പണ്ടെങ്ങാണ്ട് മാരേജ് കഴിഞ്ഞ ഇടയ്ക്കെങ്ങാണ്ട് അങ്ങനെങ്ങാണ്ട് വന്ന ഒരു പ്രാവശ്യം എങ്ങാണ്ട് എനിക്കൊരു ഓർമ്മയുള്ള അങ്ങനെ. അല്ല പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് വരാത്ത. പിന്നെ ജീവിതത്തിൽ പനി, ജലദോഷം, തലവേദന, ഭഗവാനെ അങ്ങനെ പറയരുതെങ്കിലും എനിക്കങ്ങനെ അധികം വരാറില്ല. പക്ഷെ ഞാൻ ഇത് ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയുമോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കയറാതെ, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പനി എന്ന് പറഞ്ഞൊരു സാധനം വരത്തുള്ളെന്ന്. അപ്പം നോക്കിയപ്പോൾ അതങ്ങ് ഇതായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ അടിവയറ്റിലായിട്ട് എനിക്ക് വേദന വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ, എനിക്ക് ഒന്ന് നമുക്ക് വന്ന് അല്ലെ അതിൻ്റെ ഒരു ഓർമ്മ നന്നായിട്ടുണ്ടെങ്കിൽ അതൊക്കെയല്ല നമുക്ക് അങ്ങനെ ഒരു ഇന്ന വേദന വരുമ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചത് ഞാൻ വെള്ളം കൂടി പോരാനായിട്ടാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇന്ന് അപ്പം ഒരുപാട് എന്താ പറയുന്നത്, അങ്ങ് വല്ലാത്ത ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. പിന്നെ ഇന്നലെ ഒരു യാത്ര വൈക്കം വരെ. അപ്പം അത് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ പോയി. പിന്നെന്താ, അവിടെയൊക്കെ ചെന്നപ്പോൾ ഭയങ്കര പനിയായിരുന്നു എനിക്ക് കേട്ടോ. പനിയായിട്ട് ഞാൻ അവിടെ ഒരു ഷോപ്പിൻ്റെ ഭാഗത്തൊക്കെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അന്ന് വെച്ചാൽ അതുപോലെ ഒരു ക്ഷീണം. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നപ്പോഴാണ് ഒരു ഷോർട്സ് നിങ്ങൾക്ക് ഇട്ടതുമൊക്കെ. എനിക്ക് എന്നെ ഒരുപാട് ആൾക്കാർ ഓയിലിൻ്റെ കാര്യത്തിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ ഉള്ള ആ ഫോണിലോട്ട് തന്നെ ഒരുപാട് ആൾ വിളിച്ചെന്നും പറഞ്ഞ് വലിയ മോൾ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോള് രണ്ടോ മൂന്നോ പേരോടൊക്കെ അവളെടുത്ത് ആൻസർ പറഞ്ഞു അമ്മ ഇവിടെ ഇല്ല, അമ്മ വൈക്കത്ത് ഇതുപോലെ അനിയത്തിയും കൊണ്ട് പോയിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഈ പ്രധാനമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പാണ് കേട്ടോ. തണുപ്പും ചുമയും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വന്നിരിക്കാൻ കാര്യം, എനിക്ക് കുറേ ആൾക്കാർ കേട്ടോ, ഞാൻ ഇങ്ങനെ ഈ വയ്യാഴികയാണ് പനിയാണെന്നൊക്കെ അറിഞ്ഞിട്ടും കുറേ ആൾക്കാർ വിളിച്ചിട്ട് ശുഭ ഓയിൽ കൈ കിട്ടി ഇനി അതെങ്ങനെയാണ്, അതിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാമോന്ന്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നത്. അപ്പം ഞാൻ 2-3 പേരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണോ കാണുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മൾ ഉറങ്ങി ഫോൺ എടുക്കാതിരിക്കാനായിട്ട് കുറേ പേരുടെ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കാരണം ഇതാണെന്ന് മനസ്സിലാക്കണേ. അപ്പം ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ ശുഭേ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ സൗണ്ട് കേട്ടാൽ പോലും ചിലർ പ്രതികരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരാരും എന്നെ കണ്ടിട്ടില്ല, എൻ്റെ സൗണ്ട് കേട്ടിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ അവരവരുടെ ആവശ്യം ഇങ്ങോട്ട് ചോദിക്കുക, ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയാവോ, സോപ്പിട്ട് കഴുകിക്കളയാവോ, ആയുർവേദ സോപ്പ് ഇട്ടാണ് ഞാൻ കുളിക്കുന്നത്, അപ്പോൾ അതിട്ട് കഴുകിക്കളയാവോ. ചിലർ ചോദിക്കുന്നു ബോഡി വാഷ് ഇട്ട് കഴുകാവോ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയും അങ്ങനെ ഒന്നും വരാത്തത് കൊണ്ട് എനിക്ക് വന്നപ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും, മുക്കിനകത്തൊലിപ്പും ചുമയും ഇന്നാണ് തുടങ്ങിയ. 2 ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു. പനിച്ച് 2 ദിവസം അങ്ങ് കിടന്ന് കേട്ടോ. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാൻ മാത്രം ഒരു ടേസ്റ്റ് തോന്നി. ഇന്ന് പക്ഷേ ഇന്നലെ ഹസ്ബൻഡ് വന്നതും കൊണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് സാധനങ്ങൾ, ലൈം ജ്യൂസ് ഒരുപാട് കലക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. പിന്നെ കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതുമെല്ലാം ഒരുപാട് തവണ എടുത്ത് തന്നു. കരിക്കിൻ്റെ അതിട്ട് നിങ്ങൾക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ. അങ്ങനെയൊക്കെ. പക്ഷേ വേറെ ഭക്ഷണമൊന്നും ഇന്ന് കഴിച്ചില്ല കേട്ടോ. പക്ഷേ കരിക്കിൻ വെള്ളം കുടിച്ചപ്പോൾ ഒരു നല്ല ഉണർവും കാര്യങ്ങളും, ചുമ ഇതുപോലത്തെ പന്നച്ചുമ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് വന്നത്, ഞാൻ
ഞാൻ എല്ലാവരുടെ ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ആൻറ്റി പറഞ്ഞതാ, എൻ്റെ ആൻറ്റിയുടെ കരിമംഗല്യം ഒത്തിരി മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്ന നമ്പരാണ്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടോ ശുഭയെ വിളിച്ചോ, എടുക്കും എന്നും ആൻറ്റി പറഞ്ഞു. അല്ല പിന്നെ ചിലർ പറഞ്ഞു, ഫ്രണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഷോർട്സ് ചെയ്യാൻ പറഞ്ഞ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഓയിൽ തേക്കുന്നത് രാവിലെ 8 മണിക്ക് മുന്നേ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അതായത് വെയിൽ തെളിഞ്ഞു കഴിയുമ്പം നമ്മുടെ മുഖത്ത് നമ്മൾ ഓയിൽ തേക്കരുത്. പിന്നെ കരിമംഗല്യമൊക്കെ ഉള്ളവരും കറുത്തപാട്, മൂക്കിൻ്റെ ഇവിടെ കറുപ്പ ഇങ്ങനെയൊക്കെ ഉള്ളവർ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യണം. മസാജ് ചെയ്യേണ്ട രീതികൾ, ഇപ്പം ഓയിൽ ഇന്ന് ഞാൻ ഓയിൽ തേച്ചില്ല, കാരണം എനിക്ക് ഭയങ്കര തണുപ്പ്, സ്കിന്നിലോട്ട് ഇങ്ങനെ ഓയിൽ തേക്കാനായിട്ടൊരു ഇറിറ്റേഷൻ അല്ലേ, നമുക്ക് എന്തോ ഒരു പനി വന്നപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ എല്ലാം ഇതാകുന്ന പോലെ ഒരു അവസ്ഥ വരുമല്ലേ. ഇപ്പം എനിക്കുണ്ടല്ലോ, ഇപ്പം വേർക്കുന്ന പോലെ, അതായത് പെട്ടെന്ന് തണുക്കുകയും പെട്ടെന്ന് കുളിരുകയും പെട്ടെന്ന് ചൂടെടുക്കുകയും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ഇതാകട്ടോ. പിന്നെ ഞാൻ കുളിച്ച് കേട്ടോ, ഈ യൂറിനറി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഞാൻ 2 നേരവും കുളിക്കുന്നുണ്ട്. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓയിൽ തേക്കേണ്ടത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഫേസ് വാഷ്, സോപ്പ്, ആയുർവേദിക് സോപ്പ് ഒന്നും ഇട്ട് നമ്മുടെ ഓയിൽ തേച്ചാൽ മുഖം വാഷ് ചെയ്യരുത്. ട്രൈ ടു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ പയറുപൊടി ഇട്ടും, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ കടലമാവിട്ടും ആണ് ഇത് കഴുകിക്കളയേണ്ടത്. പിന്നെ കഴുകിക്കളഞ്ഞിട്ട് ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് ചിലപ്പം പയറുപൊടി ഇട്ട് കഴുകിക്കളയുമ്പോൾ ചെറുതായിട്ടൊരു ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ഞാൻ ഈവിയോൺ എന്ന് പറഞ്ഞ ഒരു ഇത് കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം, മോയ്സ്ചറൈസർ, അത് വേണമെങ്കിൽ ഒരു സ്വല്പം കേട്ടോ, നമ്മുടെ ഓയിലിൻ്റെ ഗുണം കളയരുത്, എന്തായാലും കെമിക്കൽ കാണും ഇതിനകത്തൊക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ഒരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫേസിലിട്ട്, അത് ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. പിന്നെ ചിലർ ചോദിക്കുന്നത്, ഞാൻ രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടന്നു, 2 ദിവസം രാത്രി ഇട്ടുകൊണ്ട് കിടന്നു, രാവിലെ എഴുന്നേറ്റപ്പം ആ കരിമംഗല്യം ഒന്നും കൂടെ കറുത്തതായിട്ട് തോന്നിയെന്ന്. അതെനിക്കറിയത്തില്ല എന്താണെന്ന്. ഈ കണ്ട ജനങ്ങളെല്ലാം കൊണ്ടുപോയി എല്ലാവരുടെയും കരിമംഗല്യത്തിന് ഒത്തിരി മാറ്റമുണ്ട്, എല്ലാവരുടെയും പോയി എന്ന് പറയുന്നിടത്ത് 2 ദിവസം തേച്ചപ്പോഴത്തേനും രാത്രി ഫുള്ളിട്ട് കിടക്കാൻ ആരാ പറഞ്ഞേ? ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശുഭ ഇത്രയും ഗുണമുള്ള ഓയിൽ രാത്രി ഇട്ടുകൊണ്ട് കിടന്നാൽ എന്താ കുഴപ്പമെന്ന്. ഒരു 55 വയസ്സിന് മേളിലോട്ടുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇട്ടുകൊണ്ട് കിടക്കണ്ട. കാരണം നമ്മുടെ സ്കിന്നിനെ രാത്രിയിൽ അങ്ങ് ശ്വസിക്കാൻ വിട്. നമ്മൾ ഒരുപാട് മേക്കപ്പും എന്തെങ്കിലുമൊക്കെ മുഖത്ത് അറ്റ്ലീസ്റ്റ് ഒരു പൗഡറെങ്കിലും ഒരു ദിവസം കുളിച്ചിട്ടിടാത്തവരായിട്ടുണ്ടോ? അല്ലേ, മോയ്സ്ചറൈസർ ഇട്ടു, എന്തെങ്കിലും പൗഡർ ഇട്ടു. അപ്പോൾ രാത്രിയിലെങ്കിലും ആ സ്കിന്നിനെ നന്നായിട്ട് വാഷ് ചെയ്ത് അത് ശ്വസിക്കട്ടെ. നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ 5 ലെയറുണ്ട് കേട്ടോ, അതൊന്ന് ശ്വസിക്കാൻ വിട്. അതിന് ഇങ്ങനെ ഓയിലാണെങ്കിലും അങ്ങനെ അതും ഇതൊന്നും തേച്ചിട്ട് കിടക്കരുത് കേട്ടോ. നൈറ്റ് ക്രീമൊക്കെ ഉണ്ട്, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ. പിന്നെ നമ്മുടെ അലോവേരയും ഗ്ലിസറിന് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ഫേസിൽ തേച്ചുകൊണ്ട് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ തേക്കേണ്ട ടൈം എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കും. പിന്നെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഒരുപാട് വീഡിയോസിൽ, ശുഭ നായർ വ്ളോഗ്, ഇപ്പം അങ്ങനെയുള്ളവർ എൻ്റെ ഈ വീഡിയോ കാണുന്നില്ല, എന്നാലും കണ്ടെങ്കിൽ എന്നോർത്താണ് ഞാനിപ്പോൾ വന്നേച്ച് ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് പേര്, ഹസ്ബൻഡ് തന്നെ 2-3 പേരോട് എടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു, അങ്ങനെ തേക്കണം ഇങ്ങനെ തേക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് മനസ്സിലായോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് വിളിച്ചു. അപ്പോൾ ഇന്നൊരു വീഡിയോ അത്യാവശ്യമായിട്ടെന്ന് തോന്നി, എനിക്ക് ചുമയ്ക്കാനൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം വന്ന് പറഞ്ഞത്. പിന്നെ ഓയിൽ തേച്ചിട്ട് സോപ്പ് തേക്കാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചേക്കുന്നത്, കരിമംഗല്യം എത്ര നാൾ കൊണ്ട് മാറുമെന്ന് ചോദിക്കുന്നു. എനിക്ക് ഒരുപാട് പേരിങ്ങനെ തേച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. അവർ ഇങ്ങനെ ഒരുപാട് നാൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത നമ്മുടെ ഓയിൽമെൻറ്റും അതും ഇതും 2500-3500 രൂപയുടെ ഓയിൽമെൻറ്റും ഒക്കെ തേച്ചിട്ട് അപ്പോൾ മാറും. പിന്നെ 1 മാസം നിർത്തി അതുപോലെ കരിമംഗല്യം തിരിച്ചു വരുന്നുണ്ട്.
അതുകൊണ്ട് ശുഭയുടെ ഓയിൽ തേച്ചിട്ട് എനിക്ക് നന്നായിട്ട് മാറ്റമുണ്ട്. ഒരുപാട് മാറി. ഒരു ബോട്ടിൽ തേക്കുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു മാസം തേച്ച് നോക്കണം. നിങ്ങൾക്ക് ഒരാഴ്ച തേച്ചാൽ തന്നെ നമ്മുടെ ഓയിലിൻ്റെ ഗുണം അറിയാമല്ലോ. നിങ്ങളുടെ കറുത്തപാടൊക്കെ മാറും, നിങ്ങളുടെ നല്ല വെളുപ്പ് വരും. ഒരാഴ്ച തേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല കളർ വരും. അത് ഞാൻ ഗ്യാരണ്ടി. കഴുത്തിലെ കറുപ്പ്, മുഖത്ത്, ഇതൊക്കെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചോദിച്ചവരെല്ലാവരും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. വീണ്ടും ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ ഇനി എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞിട്ട് ഓയിലിനായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് വീണ്ടും ഇതുപോലെ നിങ്ങളെല്ലാവരും ശുഭ നായർ വ്ലോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം എന്നിട്ട് എൻ്റെ വീഡിയോ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മുഖത്ത് ഓയിൽ തേക്കുന്നതും ഓയിലിനെ പറ്റിയും ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാനായിട്ടാണ് ഇന്ന് വന്നത്. ഞാൻ പോവുക. കണ്ടോ, എനിക്ക് ആവി എടുത്തു, ഇപ്പോൾ എനിക്ക് തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ കാരിത്താസിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സൊന്നും ഊരാതെ ഇവിടെ വന്നിരുന്നു. ഇനി നല്ലതായിട്ട് മേല് കഴുകണം, കുറേ ബാലറി വെള്ളം കുടിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഗുളികയുണ്ട്, ആൻറ്റിബയോട്ടിക് ഉണ്ട്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തില്ല കേട്ടോ. അത് 10 ദിവസമാണ് ഡോക്ടർ എഴുതിയത്. അപ്പം ഇന്നിപ്പം യൂറിൻ കൾച്ചർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എന്തായാലും 3 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ അസുഖം വരുമ്പോഴാണ് അതിൻ്റേതായ ഇതൊക്കെ അറിയുന്നത്. അപ്പം എന്താ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും എന്നെ കാണുന്നവരുടെ അടുത്തും നല്ല ഉഷാറായിട്ട് വരാം കേട്ടോ. ഇപ്പം പനി എന്ന് പറഞ്ഞ സാധനമല്ല. അയ്യോ, എന്തോ ഒരു അസ്വസ്ഥതയാണ് എനിക്കുണ്ടല്ലോ. ഇങ്ങനെ ഈ മൂക്ക് ചീറ്റും, തൊണ്ടയ്ക്ക് വേദനയും, ഈ തലവേദന, ഇങ്ങനെയൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ വരാറില്ല. നിങ്ങളെന്നെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊന്നും. പക്ഷേ എനിക്കിത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു അസ്വസ്ഥതയാണെന്നറിയോ. അസ്വസ്ഥതയോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ അസുഖങ്ങൾ വരുമ്പോൾ. ദൈവമേ, ആർക്കും ഒരസുഖവും വരുത്താതിരിക്കട്ടെ ദൈവമേ. പിന്നെന്താ, അപ്പം നിർത്തട്ടെ. ഞാൻ ലൈറ്റിൻ്റെ വെട്ടത്താണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 7:30 മണിയായി. ഞാൻ താഴോട്ട് പോവുക കേട്ടോ. കുറച്ച് തുണി ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അത് എടുക്കാൻ വന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പം ബൈ. നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.